അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നവയിൽ ഒരു മുസ്ലിം സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1921 അരങ്ങേറിയ മലബാർ കലാപത്തെ തുടർന്ന് നാടുവിട്ട ഏതാനും മുസ്ലിം പണ്ഡിതന്മാർ കൊടുങ്ങല്ലൂരിലാണ് താമസിച്ചിരുന്നത്. അവിടെ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടെ രൂപീകരിക്കപ്പെട്ട കേരള മുസ്ലിം ഐക്യസംഘം സമുദായ പരിഷ്കരണത്തിന് ആക്കം കൂട്ടി. ഇത്തരം സ്വാധീനങ്ങൾ തടയാൻ അന്നത്തെ യാഥാസ്ഥിതിക പണ്ഡിതർ ശ്രമിച്ചു. പരിഷ്കർത്താക്കൾക്കെതിരെ ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പണ്ഡിത സഭ കൂടാനുള്ള ശ്രമം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതിക പണ്ഡിതന്മാരിൽ നിന്നും ഉണ്ടായി. ഇതോടെ സലഫികൾ അദ്ദേഹത്തെ കണ്ട് തങ്ങൾ എതിർക്കുന്നത് യാഥാസ്ഥിതിക ആചാരങ്ങളെയല്ലെന്നും അനാചാരങ്ങളെ മാത്രമാണെന്നും ബോധിപ്പിക്കുകയും ഇത് സംബന്ധിച്ച പ്രസ്താവന ഇറക്കുകയും ചെയ്തതോടെ യാഥാസ്ഥിതികർ ആദ്യഘട്ടത്തിൽ പിന്മാറി. എന്നാൽ 1924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് പരസ്യമായി പരിഷ്കർത്താക്കൾ രംഗത്തിറങ്ങുകയും അറേബ്യയിലെ വഹാബി നേതാക്കളായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയ്യ എന്നിവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആരംഭിച്ചു. ഇതോടെ യാഥാസ്ഥിതികരും സലഫികളും തമ്മിൽ ആശയപരമായ ഏറ്റുമുട്ടലുകൾക്ക് അരങ്ങൊരുങ്ങി. ഇതേ തുടർന്ന് മലബാറിലെ പ്രസിദ്ധ സൂഫി സിദ്ധനായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പാരമ്പര്യവാദികൾ രണ്ടാം യോഗം കൂടുകയും കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ പരിഷ്കരണവാദികൾ ഈ പേരിൽ സംഘടന രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നതിനാൽ സംഘടനയുടെ പേര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് ആക്കുകയായിരുന്നു. കേരളത്തിലെ 5800ഓളം വരുന്ന മഹല്ലുകളിൽ ഭൂരിപക്ഷത്തിൻ്റെയും നേതൃത്വം സമസ്തയുടെ ഉത്തരവാദിത്വത്തിലാണ് വരുന്നത്. അതുപോലെ സമസ്തയുടെ പണ്ഡിതന്മാർ നമുക്കറിയാം. മക്കത്ത് പോയി അവിടെ മരണപ്പെട്ട ബാഫഖി തങ്ങൾ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തില്ലെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന കണ്ണിയത്ത് ഉസ്താദ്, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് വിട പറഞ്ഞ ശംസുൽ ഉലമ, മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഖബർ കുഴിച്ചു വെച്ച കോയക്കുട്ടി ഉസ്താദ്, സംസാരം നിലക്കുന്നതുവരെ ദിക്റിലായിരുന്ന ചെറുശ്ശേരി ഉസ്താദ്, ഒരു ജനത മുഴുവൻ സ്നേഹിച്ച ശിഹാബ് തങ്ങൾ, ആംബുലൻസിൽ വെച്ച് കിബിലക്ക് അഭിമുഖമായി കിടത്താൻ പറഞ്ഞ് തൻ്റെ വെപ്പുപല്ല് സ്വയം എടുത്തു മാറ്റി മരുമകൻ്റെ മടിയിൽ കിടന്ന് കലിമ ചൊല്ലി മരിച്ച KT മാനു ഉസ്താദ്, മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പും ഭർത്താവ് മരണപ്പെട്ടാൽ ചെയ്യേണ്ട കടമകൾ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത CH ഹൈദ്രോസ് ഉസ്താദ്, ളുഹാ നിസ്കാര ശേഷം വുളുവോടുകൂടി മരണപ്പെട്ട പൊന്മള ഫരീദ് ഉസ്താദ്, മരിക്കുന്നതിന് തലേന്ന് രാത്രി വൈകിയും വളരെ പ്രയാസപ്പെട്ട് സുന്നത്ത് നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചവരോട് ഇന്ന് നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊന്ന് നിസ്കരിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ച പാറന്നൂർ ഉസ്താദ്, മരിക്കുന്നതിൻ്റെ തലേ ദിവസം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോയിട്ടും ക്ലാസ്സിൽ നിന്ന് പോവാൻ കൂട്ടാക്കാതെ കുറേ സമയം ക്ലാസ്സിൽ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന കാളമ്പാടി ഉസ്താദ്, അവസാനമായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ ഭാരവാഹിയായ എല്ലാ ട്രസ്റ്റിൻ്റെയും കണക്കുകൾ ഏൽപ്പിച്ച് എല്ലാ ബന്ധുക്കളെയും വീട്ടിൽ വിളിച്ചു വരുത്തി ദുആക്ക് നേതൃത്വം കൊടുത്ത് യാത്രയായ ഉമർ അലി തങ്ങൾ. ഇവർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തെയല്ലാതെ നാം മറ്റേത് പ്രസ്ഥാനത്തെയാണ് പിൻപറ്റുക? ജൂൺ 26 സമസ്ത സ്ഥാപക ദിനം. അല്ലാഹു തആല സമസ്തയുടെ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ആഫിയത്തോടെ ദീർഘായുസ്സു നൽകട്ടെ. മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.